ഇപ്പോൾ വീക്ഷണം മുൻ എഡിറ്റർ എൻ ശ്രീകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീകുമാർ, ഈ കോൺഗ്രസ് UDF വല്ലാത്ത പ്രതിസന്ധിയിലാണ്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, അതിന് പിന്നാലെ തന്നെ മുൻ KPCC അധ്യക്ഷൻ സുധാകരൻ തന്നെ പറയുന്നു അൻവറിൻ്റെ വിഷയത്തിൽ സതീശൻ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കേണ്ട. നിലമ്പൂർ വലിയ തരത്തിലുള്ള ഒരു ചതിയുടെ പര്യായമാണ്. PV അൻവർ 2021-ലും 2026-ലും അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി ജയിച്ചു. അതിനുശേഷം കോൺഗ്രസുമായുള്ള ഒത്തുകളിയിലൂടെ വീണ്ടും അവിടെ ഒരു തെരഞ്ഞെടുപ്പ് തന്നെ കൊണ്ടുവരുന്നു. ഒരുപക്ഷെ നമ്മൾ ഈ രാഷ്ട്രീയത്തിനപ്പുറത്തേക്കായി ചിന്തിക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. എന്തിന് നിലമ്പൂരിലേക്ക് ഒരു തിരഞ്ഞെടുപ്പ് കൊണ്ടുവന്നുള്ളൊരു വിഷയം, അതിൽ അൻവറിന് പങ്കുണ്ട്, UDFിന് പങ്കുണ്ട്, കോൺഗ്രസിന് പങ്കുണ്ട്. മറുപടി ഉണ്ടോ? നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള കാരണം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അഴിമതിയാണെന്ന് അൻവറിന്റെ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാണ്. ആ അഴിമതിയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടതുമുന്നണിയിലെ CPMന്റെ സ്വതന്ത്രനായ PV അൻവർ രാജിവെച്ചു. ആ രാജിവെച്ച ശേഷം ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. UDF അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി. LDF ഒരു സ്ഥാനാർത്ഥിയെ തേടി അലയുന്നു. ഈ ഒരു അവസരത്തില് UDFിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ അവിടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുകയാണ്. അല്ല ശ്രീകുമാർ, ഇതിനകത്തെ താങ്കൾ അത് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നതല്ല. ഇന്നലെ VD സതീശൻ അടക്കം മാധ്യമങ്ങളോട് കയർത്ത് സംസാരിച്ചത് ഉണ്ടല്ലോ, താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ, താങ്കൾ കണ്ടിട്ടുണ്ടാകണമല്ലോ. അവിടെ അൻവർ ഒരു വിഷയമല്ല, അൻവർ ഒരു ഫാക്ടർ അല്ല എന്ന് സതീശൻ തന്നെ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അൻവർ കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ്, അൻവർ കരുതിയത് ആദ്യം പറഞ്ഞെന്താണ്, VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണം, അൻവർ പറയുന്നത് പോലെ നടക്കണം, UDF അത് പറ്റില്ല എന്ന് പറഞ്ഞു. അൻവർ പറയുന്നത് അൻവറിനോടൊപ്പം നിൽക്കാൻ സാധ്യമല്ലെന്ന് VD സതീശൻ പറയുന്നു. പക്ഷേ അൻവറിനോടൊപ്പം പിന്തുണയുമായി K സുധാകരൻ അടക്കമുള്ള രംഗത്തെത്തുകയും ചെയ്യുന്നു. അവിടെ താങ്കൾ ആദ്യം പറഞ്ഞ അഴിമതി വിഷയമുണ്ടല്ലോ, ഈ PV അൻവർ അല്ലേ VD സതീശനെ കുറിച്ച് മത്സ്യ കണ്ടെയ്നറിൽ പണം കൊണ്ടുവന്ന കാര്യം പറഞ്ഞത്? അത് സതീശന് ഓർമ്മയുണ്ട്, അതുകൊണ്ട് തന്നെയാണ് സതീശൻ ആ നിലപാടെടുത്തിരിക്കുന്നത്. അതെ, അത് നമ്മൾ ഈ 150 കോടിയുടെ അഴിമതി P ശശി എഴുതി കൊടുത്തിട്ട്, പൊളിറ്റിക്കൽ സെക്രട്ടറി മുഖ്യമന്ത്രി എഴുതി കൊടുത്തിട്ട് ഞാൻ പറഞ്ഞതൊക്കെ അൻവർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പഴയ കഥ. നമുക്ക് പുതിയ കഥയിലേക്ക് തന്നെ ഒരുപാട് സമയമുണ്ട്. അതായത് ഇപ്പോ നിങ്ങൾ ഈ പറയുന്നത് പോലെ UDFന്റെ ഭാഗമാകാത്ത ഒരാള് UDFന്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കണം എന്നൊക്കെ പറഞ്ഞു, അതൊക്കെ തീർന്നു. ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ അൻവർ UDFനൊപ്പം നിൽക്കണോ വേണ്ടേ എന്നുള്ളതാണ്. 3 കാര്യങ്ങളാണ് ഇപ്പൊ നിലമ്പൂർ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, അൻവർ UDFനൊപ്പം നിൽക്കണോ വേണ്ടേ, അതിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്ന അഭിപ്രായം ഉണ്ടോ, ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് അവിടെ LDFന് ഒരു സ്ഥാനാർത്ഥിയെ ലഭിക്കാതിരിക്കുന്നത് എന്ന്. മൂന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് BJP അവിടെ സ്ഥാനാർത്ഥിയെ നിർത്താത്തത്. ഇത്തരം കാര്യമാണ് നിലമ്പൂർ ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ അതിൽ താങ്കൾ ചോദിച്ചതുപോലെ അൻവറിന്റെ വിഷയത്തിൽ സുധാകരൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരമായി പറഞ്ഞ കാര്യം നമ്മളുടെ മുമ്പിലുണ്ട്. ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഗോവിന്ദൻ മാഷ് എഴുതിയ ലേഖനമുണ്ട്. അപ്പൊ അതില് അന്നൊക്കെ ഇവര് LDF പറഞ്ഞത് ജനപിന്തുണ കൊണ്ട്, LDF ഗവൺമെന്റിനുള്ള പിന്തുണ കൊണ്ടാണ് അൻവറിനെ ജയിപ്പിച്ചതെന്നാണ്. ഇപ്പൊ മറിച്ച് പറയുമ്പോൾ അത് ജനങ്ങൾ വിലയിരുത്തട്ടെ കാര്യങ്ങള്. പക്ഷെ വിഷയം എന്താണെന്ന് വെച്ചാല് നിലമ്പൂരില് UDF ആണോ LDF ആണോ ജയിക്കുക എന്നുള്ളതും ഒക്കെ വേറെ വിഷയങ്ങളാണ് ജനങ്ങളുടെ കയ്യിലിരിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് LDFന് ഒരു CPMന്റെ നേതാവിന് 9 വർഷം താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം UDFിൽ പ്രശ്നങ്ങളൊന്നുമില്ല, താങ്കൾ പറയുന്ന പോലെ UDFിൽ പ്രശ്നങ്ങളില്ല. ഇപ്പോൾ LDFിൻ്റെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിനാണ്. LDFിന് തന്നെ സംഘടനാ സംവിധാനമുണ്ട്. CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിയെ എടുപിടിയെന്ന് നിശ്ചയിക്കാനാകില്ല. അതിൻ്റെ സംഘടനാ സംവിധാനം ചർച്ച ചെയ്യുന്നത് വിവിധ കോണുകളിൽ ചർച്ച ചെയ്തതിനു ശേഷമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുക.